എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഗോതമ്പടയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേണേൽ കഴിക്കാം, അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു അട റെഡിയാക്കി എടുക്കാൻ വേണ്ടി ആദ്യം നമുക്കിതിലേക്കൊരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനിവിടെ കുറച്ച് ശർക്കര ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെടുക്കുന്ന ശർക്കരയിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന തേങ്ങയുടെയും അതുപോലെ ശർക്കരയുടെയും അളവ് പറയുന്നില്ല, കാരണം അത് നമ്മൾ ചേർക്കുന്ന പൊടിക്കനുസരിച്ച് കൂടുതലും കുറവൊക്കെ വരും. അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഞാനിതിലേക്ക് കുറച്ചുകൂടെ തേങ്ങ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന പൊടിയൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 കപ്പ് ആട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആട്ടയ്ക്ക് പകരം വേണമെങ്കിൽ മൈദ യൂസ് ചെയ്യാവുന്നതാണ്. മൈദയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ നമ്മുടെ ഹെൽത്ത് ബേസിൽ നോക്കുകയാണെങ്കിൽ ആട്ട തന്നെ എടുക്കുന്നതാണ് കൂടുതലും നല്ലത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, തേങ്ങ ചേർത്താൽ കുറച്ചുകൂടെ കൂടുതൽ ടേസ്റ്റ് കിട്ടുമെന്ന് മാത്രം. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. കുറേ അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അടയുണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ പാനൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. പിന്നെ ഇരുമ്പിൻ്റെ ദോശക്കല്ലാണെങ്കിൽ അതിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് നമുക്ക് അട ചുട്ടെടുക്കാം. ഇനി നമുക്ക് മാവ് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് തൊട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ പരത്തുമ്പം അത്യാവശ്യം തിന്നായിട്ട് തന്നെ പരത്താൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ അടയുടെ ഒരു വശം ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇല്ലേ തേങ്ങയുടെ, അത് നമുക്ക് ഇതിൻ്റെ ഒരു വശത്തായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വശത്തു നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ 2 വശം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഒരു 2-3 പ്രാവശ്യമായിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് മൊരിയിച്ചെടുത്താൽ മതി. ഇപ്പം നമ്മുടെ അടയുടെ 2 വശം അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള അടയും കൂടി ഒന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഗോതമ്പട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.